മഹിമയാണ് പറയരുത്, എനിക്ക് അല്ല എനിക്ക് ഇല്ല ഞാൻ പെണ്ണെ വിട്ടു. വേറെ ആരെങ്കിലും മഹിമ ഒന്ന് ഇത് കഴിഞ്ഞ് വിളിച്ചു നോക്കണേ. ദേഷ്യം വന്നിട്ട് ശല്യം കാരണം പണ്ടാരം പറ്റതില്ല. ചോദ്യത്തിന് തിരിച്ചല്ലേ ഉത്തരം പറയാം. ഇത് സത്യമാ, റൗണ്ട് മാറി സത്യമാ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമില് ഈ പറഞ്ഞ ചില ഭയങ്കര റോങ് മെസ്സേജ് ഒക്കെ ആയിരിക്കും ചിലവന്മാര് വളരെ അപൂർവമായിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തത്. ഇപ്പൊ ലാസ്റ്റ് ഏതൊരു എന്തോ ഒരു ജാതി അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഒരുത്തൻ ഭയങ്കര എന്തോ ഒരു സാധനമൊക്കെ അടിച്ചു, എനിക്ക് വർക്കായില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തത്. അങ്ങനെയൊക്കെ ഞാൻ അപ്പോഴും ബ്ലോക്ക് ചെയ്തു, പിന്നെ കാണണ്ടല്ല. ആ ഒരു വേറെ വളരെ നല്ലതാണ്. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസം. ആ നേരെ പോയി ബ്ലോക്ക് ചെയ്ത് പിന്നെ ആ ജീവിതത്തിൽ അവനെ കാണുകയില്ല. സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റത്തില്ല, ജീവിതമല്ലേ. മഹിമ ഏറ്റവും അവസാനമായിട്ട് ബ്ലോക്ക് ചെയ്ത് ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് പണ്ടെങ്ങാനും വല്ല എന്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ ഉള്ളൂ. കണ്ട് പരീക്ഷ ജീവിതം എന്താ സന്തോഷമായിട്ട് മുന്നോട്ട് പോണ പിള്ളേര്, ആരും ബ്ലോക്ക് ചെയ്യണ്ടാത്ത പിള്ളേര് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഇതിൽ നിന്ന്. മഹിമ റൗണ്ട് സത്യം പറയേണ്ട റൗണ്ട്. ഓക്കെ, അടുത്തത് എനിക്കറിയാം. എന്നോടാണ് ചോദിക്കുന്നത്. പാലം ഇല്ല അവിടെ ചോദിക്കേണ്ട, കഴിഞ്ഞ്. അടുത്തത് പോലീസ് സ്റ്റേഷനിൽ അവസാനമായിട്ട് പോയത് എന്തിനാ പോയത്? പോലീസ് സ്റ്റേഷനിൽ അവസാനമായിട്ടോ പോയിട്ടുണ്ടോ? പോയിട്ടൊക്കെ ഉണ്ട്. എന്നെ പോയിട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ പറയാം. എനിക്ക് അവസാനമായിട്ട് പോയത് എനിക്ക് കറക്റ്റ് ഓർക്കാൻ പറ്റുന്നില്ല. പോയത് മതി. ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് സ്കൂട്ടർ ഓടിച്ചോണ്ട് പിറ്റേ ദിവസം എക്സാം ആണ്. അങ്ങനെ കണ്ണിന് പവർ കയറ്റാനായിട്ട് ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഠിക്കണമെങ്കിൽ ഗ്ലാസ് വേണമല്ലോ. അങ്ങനെ ഞാൻ സ്കൂട്ടറൊക്കെ ഓടിച്ച് ജാക്കറ്റ് ഒക്കെ ഇട്ട്, കാര്യം മെലിഞ്ഞിരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് നല്ല തടിച്ചിരിക്കുന്ന ജാക്കറ്റ് ഒക്കെ ഇട്ട് പോണേ, ഹെൽമെറ്റ് ഒക്കെ വെച്ച് ആരും അറിയാത്ത രീതി പോയിക്കൊണ്ടിരിക്കണ്ട. നോക്കുമ്പോ പോലീസുകാർ കൈകാട്ടി. അപ്പൊ തന്നെ സംസാരമൊക്കെ കുഞ്ഞു സൗണ്ടൊക്കെ ഇരിക്കില്ല വന്നത്. അപ്പൊ തന്നെ അവർക്ക് പിടികിട്ടി ലൈസൻസ് ഉണ്ട്, ലേണേഴ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്ടൊക്കെ തള്ളിക്കൊണ്ടിരിക്കണേട്ടാ. അപ്പൊ തന്നെ മോൻ ഈ ജീപ്പിൽ കയറിക്കൊന്നു. അയ്യോ സാർ, എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്കൊന്നുമില്ല, എന്നെ അറസ്റ്റ് ചെയ്തത്. ഈസി. പക്ഷെ അതൊന്നും ഞാനെപ്പോഴും ഭയങ്കര ധൈര്യത്തോടെ കേട്ടാ നിൽക്കുന്നത്. ഞാൻ നേരെ ജീപ്പിൽ കയറിയിരിക്കുമ്പോ കാണുന്ന സീൻ എന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എന്റെ ചേട്ടനും കൂടെ അപ്പുറത്തെ ബേക്കറിയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോ എന്നെ ജീപ്പിൽ കൊണ്ടു. അപ്പൊ തന്നെ ഇവനെന്ത് ചെയ്ത്, എനിക്കവിടെ 9th or 10th എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ സമയത്ത്. ലൈസൻസ് ഇല്ലാത്തതിന് മുമ്പെന്ന് പറഞ്ഞത്. അപ്പൊ ലേണേഴ്സും ഇല്ല, ഒന്നുമില്ല. ഇത് മനുഷ്യൻ ഞാൻ ലേണേഴ്സ് ഉണ്ട്, അപ്പൊ ലൈസൻസ് 6 മാസത്തേക്ക് ചുമ്മാ പറഞ്ഞ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയൊരു ഓർമ്മയുണ്ട്. എന്നിട്ട് പിന്നെ അപ്പൊ തന്നെ വാപ്ചിയുടെ ആരൊക്കെ വിളിച്ച് നേരെ കൊച്ചാട് വിട്ടേരത്. പിന്നെ അവര് വിചാരിക്കണ എന്താ സീന്, ഞാൻ മറ്റേ വലിയ ജാക്കറ്റും ഒരു ഡിയോ